ഏകദേശം ഇപ്പോൾ നമ്മുടെ വലയിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം കയറി നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തുള്ള പോലെ മുകളിൽ നിന്നുള്ള വീശലാണ്, വല വീശലാണ്. മീൻ മുകളിലൊന്നും അടിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞത്. നോക്കാം. ഓക്കെ, നമുക്ക് വെള്ളത്തിൽ കാണിക്കുമ്പോൾ കാണില്ല. ഇവിടെ അടുത്ത് കയറിയാലാണ് നമുക്ക് ഏകദേശം കാണുള്ളൂ. ഒട്ടും എന്തായാലും ഒന്നും കാണില്ല അടിയിലേക്ക്. വലയിൽ അറിയാൻ പറ്റും മീൻ വലയുടെ ഉള്ളിൽ കിടന്ന് നീങ്ങുമ്പോൾ. വലിയ മീനാകുമ്പോൾ അവൻ തട്ടും. ഒരു ഓഹ് കേട്ടോ, ഒരു ഓഹാണ്. പുല്ലുമ പുല്ലിക്കൊണ്ട് ഏകദേശം ഇപ്പോൾ ഒരു ഓഹു ഉണ്ടോ, ഒരു 3 കിലോ ഒക്കെ റേഞ്ചുള്ള ഒരു ഓഹു. പിന്നെ 2 രൂഹമാണ്. ഒരു ഓഹും ഒരു 1 കിലോ സൈസുള്ള ഓഹും, പിന്നെ ഒരെണ്ണമുള്ളത് ഒരു 3 കിലോ റേഞ്ച്, പിന്നെ ഒരെണ്ണമുള്ളൊരു തൂളിയാണ് കേട്ടോ. ഓക്കെ, ഒരു വലയെന്ന് പുറത്തിട്ടിട്ട് നമുക്കൊരു കൂട് സെറ്റ് ചെയ്തിട്ട് അതിൽ വെള്ളത്തിലിടാം. ഓക്കെ, നമ്മുടെ കൂടിൻ്റെ സെറ്റപ്പ് കണ്ടില്ലേ. അത്യാവശ്യം വലിയ മീനൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ ഇവനെ കയ്യിലാക്കിയിട്ട് ഒരു സൈഡിൽ വെള്ളമുണ്ട്, അപ്പോൾ ആ വെള്ളത്തിൽ കെട്ടിയിടാം. ഓക്കെ, വീഡിയോ കാണുമ്പോൾ നമുക്ക് അത്ര വലിയ വലിപ്പം തോന്നുന്നില്ലെങ്കിലും പിടിച്ച് കാണിച്ചു. പക്ഷേ ഒരു 3 കിലോൻ്റെ അടുത്ത് റേഞ്ച് ഉണ്ട് ആള്. കൂടുതൽ ലേശം കൂട്ടാണ് തൂക്കുണ്ടാവും. അങ്ങനെ വല മരിക്ക് എടുക്കുക. ഇതാണ് രോഹു കണ്ടില്ലേ, അത്യാവശ്യം സൈസുള്ള രോഹുവാണ്. ഓക്കെ, അവനെ നമ്മൾ കൂട്ടിലാക്കിയിട്ടുണ്ട്. ഇനി 2 ആൾക്കാരും കൂടി ഉണ്ട്, ഒരു തൂളിയും പിന്നെ രോഹുവിൻ്റെ ചെറിയ കുട്ടിയുണ്ടോ, 1 കിലോ റേഞ്ച്. രോഹു തന്നെ ഉണ്ട്, രോഹു തന്നെയാണ്. ഓക്കെ, പിന്നെ അതെന്തൊരു തൂളിയാണ്. തൂളി പുല്ലെന്നൊക്കെ പറയണ മീനാണ്. അത് രോഹുവിൻ്റെ അനത്തിൽപ്പെട്ട തന്നെ മീനാണ്. ഓക്കെ, അതൊരു ചെറുതാണ്, 1/2 കിലോ റേഞ്ച്. ഇനി അടുത്ത വരെ നമുക്ക് എന്തെങ്കിലും മീൻ നോക്കാം. ഓക്കെ, അതിന് മുമ്പ് ഇവരെ നമുക്ക് എന്തെങ്കിലും വെള്ളത്തിൽ കെട്ടിയിടണം കേട്ടോ. ഓക്കെ, മീൻ കിടക്കണ്ട, നമ്മുടെ മീനിൻ്റെ കൂട്ടിലിട്ടുണ്ട്. നമ്മുടെ സൈഡിൽ തന്നെ ഉണ്ട്, നമ്മൾ വല വീശാണ്ട് സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഒരു കുറ്റിയടിച്ച് കെട്ടിയിടാണ്. ഓക്കെ, നമ്മൾ അടുത്ത വല വീശാൻ പോട്ടെ. വല സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് ഇപ്പം ലൈറ്റ് ഉണ്ട്. നമ്മൾ പാലത്തിൻ്റെ മുകളിൽ നിന്ന് വീശണ ടൈമിൽ, ഇതുപോലെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് വീശണ ടൈമിൽ നമുക്ക് കുറച്ച് വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട്.
നമ്മുടെ വലയൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. കുത്തി ഒഴുകായിരിക്കും ആ സമയത്ത് മീനുകൾ കയറി വരും. ഇപ്പോൾ കൂടുതൽ ആസാം വാള കട്ട്ല രോഗമൊക്കെയാണ് വരാറ്. ഇപ്പോൾ മീൻ കയറി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം മഴ ഒരു സൈഡ് ഇപ്പോൾ 1-2 ദിവസം ഇപ്പം മഴ കുറവാണ്. വെള്ളം വന്നു, പക്ഷെ മഴ ഇപ്പോൾ ഒന്ന് വെയിലുണ്ട്. ഇന്നൊക്കെ വെയിലായിരുന്നു, അതിൻ്റെ പേരിലാണ്. ശരിക്കും വെള്ളം കയറി വരുന്ന സമയത്ത് പുഴയിൽ നിന്ന് മീനൊക്കെ കയറി വരികയാണെങ്കിൽ നമുക്ക് വലിയ മീൻ 10, 15, 20 കിലോ ഉള്ള മീനുകൾ വരെ കയറി വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വല വീശി നോക്കാം. ഓക്കെ, മീൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മളേതായാലും കുറച്ച് ടൈം എടുത്തതിന് ശേഷമാണ് വീശുന്നത്. കാരണം എന്താ വെച്ചാൽ മീൻ കയറി എത്താനായിട്ട് ഇതുണ്ടല്ലോ, ഒരു ടൈം എടുക്കും. എന്തായാലും നോക്കാം. വേറെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ ചെറിയ അനക്കൊണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് നോക്കാം. ഓക്കെ, ശരി. ഇത് അറിഞ്ഞിനാ കേട്ടോ. ഇവിടെ മീനിൻ്റെ ആക്ടിവിറ്റി കാണുന്നുണ്ട്. മീൻ ഒരു മറിഞ്ഞ് ഇടയ്ക്ക് പോരെന്ന് പറയുന്നുണ്ട്. കുറച്ച് നേരം ഇപ്പോൾ ഒരെണ്ണം മറിഞ്ഞായിരുന്നു. അപ്പം അതെല്ലാം നമുക്ക് അടുപ്പിച്ചൊരു വല ഇട്ട് നോക്കാണ്. കഴിഞ്ഞ വലയിലൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു അറിഞ്ഞിനാണ് ഇപ്പോൾ ഒരെണ്ണം ഉണ്ടായിരുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഈ വലയിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാം. ഓക്കെ, നോക്കാം. ചെറിയ മീനായാലും വലിയ മീനായാലും എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വല വീശിയിട്ടുണ്ട്. അതിൽ തട്ടാൻ മുട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. ഉണ്ടാ വലയിലൊരു അനക്കം തട്ട് ഉണ്ട്. മീനൊന്നും ഉണ്ട് വലയിൽ. നോക്കാം എന്തായാലും. ഓക്കെ, വലയിൽ അനക്കുണ്ട്. ശരിക്കും നല്ല ഒഴുക്കാണെങ്കിൽ നമ്മളിങ്ങനെ വല ഇട്ട് കഴിഞ്ഞാൽ വല ഒറ്റയടിക്കാണ്ട് പോകും, മീനും കൊണ്ട് പോകും. ഇപ്പം നമുക്ക് വല വലിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല. ഇത് ഒഴുക്ക് കുറവാണ്. പിന്നെ വലയുടെ വെയിറ്റ് അനുസരിച്ച് നമ്മൾ അത്യാവശ്യം വലിയ വൈറ്റുള്ള വലയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒഴുക്കത് വീശുവേണ്ടി ഉണ്ടാക്കിയ വലയാണ്, സാധാ വീശു വലയല്ല. വല ഒന്ന് പിണഞ്ഞ് ചുറ്റി കൂടിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങനെ അനങ്ങില്ല. 2 അനക്കം അനങ്ങുള്ളൂ. 2 ഇട്ടൊന്ന് വലയിൽ പെടുമ്പോൾ തന്നെ ഒരു ഓട്ടം ഉണ്ടാവും. രോഹിണി ചാടും. ടോർച്ചാണോ അത്? ഇപ്പോൾ നമുക്ക് 2 മീനുകൾ ആണുള്ളത്. രോഹമല്ല, തൂളിയ. ആ, ഒരു മീഡിയം തൂളി, ഒരു 1 കിലോ റേഞ്ചുള്ള തൂളി. അതായത് പുല്ല് തന്നെയാണ്. ഒരുത്തൻ കറക്റ്റ് ഇവിടെ എത്തിയപ്പോൾ ഊരിപ്പോയിട്ടോ. പിന്നെ മെലിഞ്ഞൊരാളായതുകൊണ്ട് ആളുകാട് ഊർന്നു പോയി.
ഒരു സാധാരണ മുണ്ടത്തിയുടെ വലിപ്പം, വലിയ മുണ്ടത്തിയുടെ വലിപ്പം. ഇതിൻ്റെ ജോയിൻ്റ് അല്ലേ? ഇതാണ് പുല്ലെന്ന് പറയുന്നത്. അതൊരു മീഡിയം സൈസ്. ഇതും സെയിം ആൾ തന്നെയാണ്, കണ്ടില്ലേ? ആള് സെയിം തന്നെ, കുറച്ച് വലിപ്പമുണ്ട്. മറിഞ്ഞ മീൻ ഇതല്ല. ഇവരെ കൂടി അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് എന്തായാലും ഇവരെ കൊണ്ട് വെള്ളത്തിലിടാം. ഓക്കെ, നമ്മൾ അടുത്തൊരു വല വീശാൻ പോകട്ടോ. വല വീശിയുണ്ട്. ഒരു പാലത്താനുണ്ട് കേട്ടോ. ഒരു മഞ്ഞക്കുരി ഉണ്ട്, കൈ നോക്കി പിടിച്ചോ. പക്ഷെ ഒരു പാലത്താനും മഞ്ഞയിട്ട് കേട്ടോ. ഇതാണ് ഇവിടെ പാലത്താൻ. പാലാനാണ്, ഒരു പാലാൻ. ഓക്കെ, പിന്നെ ഒരു മഞ്ഞേട്ടുണ്ടോ അത്യാവശ്യം. ഒരു മഞ്ഞേട്ട. ഓക്കെ, ഇപ്പം കിട്ടിയത് ഉള്ളിനും കൂടി നമ്മൾ കൂട്ടിക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ വേഗം കൊണ്ടുപോയി നമുക്ക് എന്തായാലും വെള്ളത്തിടാം. ഓക്കെ.